എന്തായാലും ഇനി ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ 1 ലക്ഷത്തിലധികം രൂപ കൊടുക്കേണ്ട അവസ്ഥയാണ്. പണിക്കൂലും കൂടി ആകുമ്പോൾ ഇതല്ല, ഇതിലും കൂടും. അതെ, ആഭരണങ്ങൾക്കൊക്കെ വലിയ വിലയിലേക്ക് കാര്യങ്ങൾ എത്തും. എത്രത്തോളം ആളുകൾക്ക് സ്വർണം വാങ്ങാൻ കഴിയും എന്നുള്ളതിന്റെ സംശയമാണ് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒറ്റയടിക്ക് എത്ര രൂപയാണ് കൂടിയത് ദിവ്യ? ഗ്രാമിന് 220 രൂപ ഇന്ന് കൂടി. പവന് 1760 രൂപയാണ് ഇന്നിപ്പോൾ രാവിലെ തന്നെ ഈ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ തന്നെ ഒരു പവന് കൂടിയിട്ടുള്ളത് എന്നതാണ്. പക്ഷെ അതിനി ഒരു പക്ഷെ ഒരു സമയം കഴിയുമ്പോൾ ഒരു വ്യാപാരമൊക്കെ നടക്കും. ഈ വർഷം ജനുവരിയിൽ സ്വർണത്തിന്റെ വില വെറും 57,000 രൂപയായിരുന്നു. ജനുവരി, ഡിസംബർ ആയപ്പോഴേക്കും സ്വർണത്തിന്റെ വില അതിന് ഇരട്ടിയോളമായി എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അത്രത്തോളം ഒറ്റ വർഷം കൊണ്ട് വില ഇരട്ടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ വർധനവ് തന്നെയാണ്. എന്തായാലും സ്വർണം ഒരുപാട് കയ്യിലുള്ളവർക്ക് വലിയ സന്തോഷമായിരിക്കും. പക്ഷെ ഇനി വാങ്ങുക എന്ന് പറയുന്നതായിരിക്കും ഒരു വലിയൊരു വെല്ലുവിളി. വല്ല കല്യാണ പാർട്ടിക്കാർക്കൊക്കെ വലിയൊരു നിരാശ നൽകുന്നതാണ് ഈ 1 ലക്ഷം കടന്നു എന്നുള്ളത്. പക്ഷേ സിജോ, എന്റെ ഒരു സംശയം, ഈ 1 ലക്ഷം ഒക്കെ കടക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ തുക നൽകണമല്ലോ ഇനി സ്വർണം വാങ്ങാൻ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് കുറയാൻ സാധ്യതയില്ലേ? അപ്പോൾ വീണ്ടും വില ഇടിയില്ലേ? രണ്ട് രീതിയിൽ കാണേണ്ട വരും. സ്വർണം വാങ്ങി ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് അത് വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധിയെ തന്നെ നിൽക്കും. പക്ഷേ സ്വർണം സുരക്ഷിത നിക്ഷേപമായി കാണുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. ഇന്നലെ മാത്രം 2 തവണയായി ഗ്രാമിന് 180 രൂപയും പവന് 1440 രൂപയും വർദ്ധിച്ചു. അതോടുകൂടി ഇന്നലെ മാത്രം സ്വർണത്തിന്റെ വില ഗ്രാമിന് 12,480 രൂപയും പവന് 99,840 രൂപയും അങ്ങനെയായിരുന്നു ഇന്നലത്തെ സ്വർണത്തിന്റെ ഒരു വില. ഇന്നിപ്പോഴാണ് അത് 1 ലക്ഷം കടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ രാവിലെയും ഉച്ചയുമായി സ്വർണത്തിന്റെ വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അതേസമയം തന്നെ സ്വർണത്തിന്റെ വിലയെ സംബന്ധിച്ച് 22 ക്യാരറ്റ് സ്വർണത്തിനാണെങ്കിൽ 12,700 രൂപ ഒരു ഗ്രാമിന്, പവന് 1,01,600 രൂപയാണ്. അതിന്റെ ഗ്രാമിന് 220 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. 18 ക്യാരറ്റ് സ്വർണത്തിനാണെങ്കിൽ ഗ്രാമിന് 10,440 രൂപയും പവന് 83,520 രൂപ, 180 രൂപയാണ് ഈ 18 ക്യാരറ്റ് സ്വർണത്തിന്റെ വില വർദ്ധിച്ചിരിക്കുന്നത്. 14 ക്യാരറ്റ് ആണെങ്കിൽ ഗ്രാമിന് 8,130 രൂപ, പവന് 65,040 രൂപയുമാണ്, 140 രൂപയാണ് അവിടെ വർദ്ധിച്ചിരിക്കുന്നത്. 9 ക്യാരറ്റ് ആണെങ്കിൽ 5,440. ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ പ്രതിനിധി അബ്ദുൽ നാസർ ചേരുകയാണ് മീഡിയാവനൊപ്പം. ശ്രീ അബ്ദുൽ നാസർ, അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി 1 ലക്ഷം കടന്നിരിക്കുകയാണ്. എന്താണ് ഇത്രയധികം വില കൂടുന്നതിലേക്ക് കാരണമായിട്ടുണ്ടാവുക? സ്വർണ്ണവില വർധനവ് തുടരുക തന്നെയാണ്. കഴിഞ്ഞ ദിവസം 12,480 രൂപയിൽ നിന്നാണ് ഇന്ന് 220 രൂപ വർദ്ധിച്ച് 1,01,600 രൂപ വിലയിലേക്ക് പവൻ വില എത്തിയത്. ഇത് കഴിഞ്ഞ ഒരു 5 വർഷമായി സ്വർണ്ണവില ഓരോ ദിവസവും കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. 2020-ൽ 40,000 രൂപയായിരുന്നു സ്വർണ്ണവില. അതിൽ നിന്ന് 5 വർഷം കൊണ്ട് 60,000-ത്തിലധികം രൂപയുടെ വർധനമാണ് ഉണ്ടായത്. ഭൗമരാഷ്ട്ര സംഘർഷങ്ങളും ഡോളറിന്റെ മൂല്യശോഷണവും ഒക്കെ ഇതിന് കാരണമാണ്. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ പലിശ നിരക്ക് ഓരോ 3 മാസം ഇരിക്കുമ്പോഴും കുറച്ച് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ്. ഇനി 2026-ലും പലിശ നിരക്ക് വൻതോതിൽ കുറയ്ക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വന്നതോടുകൂടി സ്വർണത്തിൽ നിക്ഷേപിക്കാനുള്ള ഒരു സേഫ് ഹെവനായി സ്വർണത്തെ കാണുന്നു. അതാണ് സ്വർണത്തിന്റെ വില വർധനവിന് ഏറ്റവും കൂടുതൽ കാരണമായി മാറുന്നത്. മറ്റുള്ള മ്യൂച്വൽ ഫണ്ടുകളിലും അതുപോലെയുള്ള ഇതിലൊക്കെ മുതലിറക്കുന്നതിന് ജനങ്ങൾക്ക്, ഉപഭോക്താക്കൾക്ക് ഗുണകരമല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് സ്വർണത്തിൽ മുതലിറക്കാനും ഓരോ വർഷവും 30,000 രൂപയുടെ വ്യത്യാസം വരെ സ്വർണത്തിൽ വരുന്നത് ആൾക്കാർക്ക് കൂടുതൽ, ജനങ്ങൾക്കും ഉപഭോക്താക്കൾക്കും നിക്ഷേപകർക്കും കൂടുതൽ ലാഭകരമാകുന്നത് സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതാണെന്നുള്ള തിരിച്ചറിവാണ് ഈ വിലവർധനവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി. സുരക്ഷിതമായ നിക്ഷേപമാണ് എന്നുള്ളത് അംഗീകരിക്കാം. പക്ഷേ ഈ സ്വർണ്ണാഭരണം സുരക്ഷിതമായ നിക്ഷേപമാണോ? കാരണം അതിൽ ഈ പണിക്കൂലി, അതോടൊപ്പം തന്നെ GST അങ്ങനെ കുറേ അധികം വരും. ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ 1,15,168 രൂപ നമ്മളിപ്പോൾ നൽകണം. അപ്പോൾ അങ്ങനെ സ്വർണ്ണാഭരണം വാങ്ങുന്നത് ലാഭകരമാണോ? സ്വർണ്ണാഭരണം എന്ന് പറയുന്നത് അണിയുന്നതിന് മാത്രമല്ല, അത് എന്നേക്കുമുള്ള ഒരു അസറ്റ് കൂടിയാണ്. ആ നിലയ്ക്ക് അതിന് കാണണം. ഇതിനകത്ത് ഒരു 4-5% പണിക്കൂലി എന്ന് പറയുന്നത് ഓരോ വർഷവും 10,000-കണക്കിന് രൂപ വില വർദ്ധിക്കുമ്പോൾ അതൊരു നഷ്ടമായി ഒരിക്കലും കണക്കാക്കുന്നില്ല. ഒരു പവൻ സ്വർണത്തിന് കഴിഞ്ഞ വർഷം
60,000 രൂപയ്ക്ക് വാങ്ങിച്ചെങ്കിൽ ഇത്തവണ 1 ലക്ഷം രൂപയിലേക്ക് പോവുകയാണ്. അത്ര വലിയ വ്യത്യാസമാണ് സ്വർണത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു 4%, 5% എന്ന് പറയുന്നത് ഒരു നഷ്ടമായി കണക്കാക്കുന്നതിലും വിപണി വില അനുസരിച്ച് ഈ സ്വർണം തിരിച്ചെടുക്കുന്നുണ്ട്. അല്ല, ഈ പണിക്കൂലി എന്ന് പറഞ്ഞാൽ 10% ശരാശരി വരില്ലേ? 4-5 സ്വർണം തിരിച്ച് എടുക്കും. പണിക്കൂലി എന്ന് പറയുന്നത് മാത്രമല്ല വില വർദ്ധിക്കുന്നത്, കൈവശമുള്ള എല്ലാവർക്കും ഈ വില വർധനവ് ബാധകമാണ്. 2000 ടണ്ണിലധികം സ്വർണമാണ് മലയാളികളുടെ കൈവശമുള്ളത്. അല്ല, ഈ പണിക്കൂലി എന്ന് പറയുന്നത് ശരാശരി 10% വരില്ലേ? 4-5% അല്ലല്ലോ. അത് അതിന്റെ പണി ഏതോ കരവിരുത് അനുസരിച്ച് അല്ലെങ്കിൽ ഫാഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വളകൾക്കും മാലകൾക്കും ഒക്കെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമാണ് ഇതിനുള്ളത്. നന്ദി ശ്രീ അബ്ദുൽ നാസർ പ്രതികരിച്ചതിന്. എന്തായാലും സ്വർണ്ണ വില ഇനിയും കൂടിയേക്കാം എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ ഏറ്റക്കുറച്ചിലുകൾ തുടരും എന്നത് വ്യക്തമാണ്. പക്ഷെ നോക്കൂ നൗഫൽ, 2000 ടണ്ണാണ് നമ്മൾ മലയാളികളുടെ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങൾ എന്ന് പറയുമ്പോൾ എത്രയധികം. ഞാൻ പഴയ കണക്കെടുത്ത് നോക്കുമ്പോൾ 1925 ഒരു പവൻ സ്വർണത്തിന്റെ വില എത്രയെന്ന് അറിയോ? 1925 13 രൂപ 75 പൈസ. 2000, അതായത് നമ്മൾ 2000 അധികം ആയില്ലോ, 25 വർഷം മുമ്പല്ലേ. 2000 3212 രൂപ ഒരു പവന്റെ വില. അത് നമ്മളെ 2024 ആയപ്പം 50,200 രൂപയായി. വളരെ രസകരമാണ് സ്വർണ്ണവിലയിലേക്ക്. ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, 2025 ഡിസംബർ 23, അതായത് ഇന്ന് ഇത് ഇരട്ടിയിലധികമായി മാറി 1,01,600 രൂപയായി. അപ്പൊ സ്വർണത്തിന്റെ വില വർധനവ് എന്ന് പറഞ്ഞാൽ അത്രയും അധികം. അപ്പൊ അദ്ദേഹം പറഞ്ഞതുപോലെ സുരക്ഷിതമായ നിക്ഷേപമാണ്. പക്ഷേ ഈ ഒരു പണിക്കൂലി, മറ്റു കാര്യങ്ങൾ, GST എന്നൊക്കെ പറയുന്ന വേറെ തുക ബാക്കി കിടക്കുന്നുണ്ടെന്ന് മാത്രം. ഇപ്പോൾ ഇത് പെട്ടെന്ന് എപ്പോഴെങ്കിലും കുറയുകയാണെങ്കിൽ വലിയ പ്രശ്നമാകും. ഇപ്പോൾ നിലവിൽ ഉള്ള അവസ്ഥയിൽ സ്വർണം നല്ല നിക്ഷേപം തന്നെയാണ് എന്ന് തന്നെയാണ് ഈ കണക്ക് സൂചിപ്പിക്കുന്നത്. 2000-ലെങ്കിലും കുറച്ച് പൈസ ഉണ്ടായിരുന്നെങ്കിൽ സ്വർണം വാങ്ങി വെച്ചാൽ മതിയായിരുന്നു. ലക്ഷാധിപതി ആയരാ. ഇനിയിപ്പം നടക്കില്ലല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല.